തുറക്കാം. ഹല്ലേലൂയ. വചന ശുശ്രൂഷയിലേക്ക് ആമേൻ ദൈവത്തിന്റെ ആമേൻ പുത്രൻ ഹല്ലേലൂയ ആമേൻ ഈ ഭൂമിയിൽ ആമേൻ ജീവിച്ചത് എന്തിനാ? ആമേൻ ദൈവപുത്രന്റെ ജീവിതം നമ്മുടെ ജീവിതമായി മാറുവാനാണ്. ഹല്ലേലൂയ. ആമേൻ യേശുവിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ആമേൻ പിതാവിനോടുള്ള ഐക്യമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ആമേൻ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പുത്രന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ശ്രദ്ധിക്കണം സഭയെ, പുത്രൻ സ്വയം ഒന്നും ചെയ്യുകയില്ല. ആമേൻ. പിതാവ് ചെയ്യുന്നത് കാണുന്നത് മാത്രം ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവേ, പിതാവേ, കൂടപ്പറപ്പേ, ഇത് യേശുവിന്റെ ജീവിതത്തിന്റെ ആമേൻ രഹസ്യവാതിലാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങൾ ചെയ്തു, പക്ഷേ അതിന്റെ ഉറവ എന്താ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ സ്രോതസ് എന്താ? പക്ഷേ അതിന്റെ അധികാരം എവിടെ നിന്നാ? ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ. ആമേൻ. ഇത് ദൗർബല്യം ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ഒന്നാമതായി ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വതന്ത്രമായി ജീവിച്ചില്ലേ? ആമേൻ. ഹല്ലേലൂയ. യേശു ദൈവപുത്രൻ. ആമേൻ. അവന് അധികാരമുണ്ട്, അവന് മഹത്വമുണ്ട്. എങ്കിലും അവൻ ഒന്നും ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ഉച്ച കോടിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് ഐക്യത്തിന്റെ ഹൃദയം കണ്ടു. ഹല്ലേലൂയ. പിതാവിന്റെ പ്രവൃത്തി കണ്ടു. ആമേൻ. അത് തന്നെയാണ് ഭൂമിയിൽ ആമേൻ യേശു സ്വർഗ്ഗത്തിൽ കാണുന്നത് ഭൂമിയിൽ പ്രവൃത്തിയാക്കി മാറ്റി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് എങ്ങനെ പ്രാരംഭത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. കേൾക്കുന്നത് എന്താണ്? യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ അവൻ പ്രാവർത്തിക ആമേൻ മാറ്റിയത്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ കാണുന്നത് ഭൂമിയിൽ ആമേൻ പ്രവൃത്തിയാക്കി മാറ്റി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവൻ പിതാവിന്റെ ഹൃദയം കണ്ടു. ആമേൻ. ഹല്ലേലൂയ. അത് തന്നെയാണ് ഭൂമിയിൽ എന്ത് ചെയ്തത്? പ്രകടിപ്പിച്ചത്. രണ്ടാമതായി ആമേൻ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആമേൻ വിജയകരമായ ജീവിതത്തിന്റെ ആമേൻ ആ സമവാക്യം അല്ലെങ്കിൽ ഹല്ലേലൂയ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ വിജയകരമായ ജീവിതം നയിപ്പാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് ലോകം പറയുന്നു നിന്റെ കഴിവ് ഉപയോഗിക്കൂ. ആമേൻ. നിന്റെ ബുദ്ധി ആമേൻ എന്തുവാ അതിൽ ആശ്രയിക്കൂ. ആമേൻ. നീ സ്വയം തീരുമാനിക്കൂ. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ അങ്ങനെയായിരുന്നില്ല. യേശുവിന്റെ മാതൃക അപ്രകാരമായിരുന്നില്ല. യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് അവണ്ണം ആയിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു മാതൃക? പിതാവിനെ നോക്കൂ. ഹല്ലേലൂയ. പിതാവിനെ കേൾക്കൂ. ആമേൻ. പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കൂ. ആമേൻ. യേശു തന്നെ അനുഗമിക്കുന്ന ഏവരോടുമായി ഇന്ന് രാത്രി പറയുന്നത് ആമേൻ പുത്രന് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആമേൻ. പുത്രൻ
നോക്കി. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിലായിരിക്കുന്ന പിതാവിനെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് യേശു പറയുക തന്നെ അനുഗമിക്കുന്നവരോട് ആമേൻ പിതാവിനെ നോക്കൂ, പിതാവിനെ കേൾക്കൂ, പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കൂ. ഹല്ലേലൂയ. ആമേൻ. ലോകം സ്വാതന്ത്ര്യം മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. രാജ്യം ആശ്രയത്വം മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ലോകം സ്വാതന്ത്ര്യം മഹത്വപ്പെടുത്തുന്നു, എന്നാൽ രാജ്യം ആശ്രയത്വം മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ ആമേൻ ഹല്ലേലൂയ അധികാരം അവനിൽ വിശ്വസിക്കുന്നവരിലൂടെ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഏത് മനുഷ്യനും ദൈവത്തെ നോക്കണം. ഹല്ലേലൂയ. അവനെ ശ്രദ്ധിക്കണം, അവനെ കേൾക്കണം, അവന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ആമേൻ. മൂന്നാമതായി, ഐക്യമില്ലാതെ ശക്തിയില്ല. ഹല്ലേലൂയ. അവൻ പിതാവിൽ നിന്ന് വേർപെട്ട് ഒന്നും ചെയ്തില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതിനാലാണ് ആമേൻ അവന്റെ പ്രവൃത്തി ശാശ്വതമായത്. ഹല്ലേലൂയ. പ്രിയരെ, നാം ചിലപ്പോൾ ദൈവത്തെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഹല്ലേലൂയ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നു, അല്ലെ? എന്നാൽ യേശു പഠിപ്പിച്ചത് അപ്രകാരമായിരുന്നില്ല. ആമേൻ. യേശു തന്നെ അനുഗമിക്കുന്നവരെ പഠിപ്പിച്ചത് ആമേൻ ഇപ്രകാരം: ബന്ധം, പിന്നെ പ്രവൃത്തി. ഹല്ലേലൂയ. ആമേൻ. ഐക്യമില്ലാതെ ശുശ്രൂഷ വരണ്ടു പോകും. ആമേൻ. ഐക്യമില്ലാതെ ആമേൻ ഉള്ള വിജയം താൽക്കാലികമാകും. ആമേൻ. ഐക്യമുണ്ടെങ്കിൽ നിത്യ ഫലം ആമേൻ അത് ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ യേശുവിന്റെ ജീവിതം എപ്രകാരമായിരുന്നു ഈ ഭൂമിയിൽ നയിച്ചത് എന്നുള്ള അറിവ് ആമേൻ നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അറിവ് മാത്രം പോരാ. ആമേൻ. ആ അറിവ് നാം പ്രാപിക്കുന്നതോടൊപ്പം ആമേൻ ആമേൻ ആ അറിവ് നമ്മെ ആമേൻ ദൈവപുത്രനായ യേശു ആമേൻ പിതാവിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുവാൻ ആമേൻ ഇടയായി ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചത് പ്രകാരം അവനെ അതിന് പ്രാപ്തനാക്കി മാറ്റിയ ദൈവത്തിൽ ആമേൻ. ഇന്ന് ആത്മാവ് നമ്മോട് ചോദിക്കുന്നു, നിന്റെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്നാണോ? ഹല്ലേലൂയ. അതെ, നിന്റെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നുണ്ടോ? ആമേൻ. നിന്റെ പദ്ധതികൾ പിതാവിന്റെ ഹൃദയത്തിൽ നിന്നാണോ? ഹല്ലേലൂയ. അതോ നീ സ്വയം ആമേൻ പ്രവർത്തിക്കുകയാണോ? നീ സ്വയം ഓടുകയാണോ? അത് ദൈവത്തോട് ചേർന്ന് നടക്കുകയോ? ആമേൻ. ഇന്ന് ഒരു മാറ്റത്തിന്റെ ദിനമാകട്ടെ. നിന്റെ ജീവിതം സ്വയം ആമേൻ ആമേൻ ശ്രമത്തിന്റെ ആ ഭാരത്തിൽ നിന്ന് ദൈവ സഹവാസത്തിന്റെ സമാധാനത്തിലേക്ക് ആമേൻ കടക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ എന്നോട് ചേർന്ന് ഇങ്ങനെ പറയുവാൻ ഇടയാകും, ഞാൻ സ്വയം ആമേൻ ഹല്ലേലൂയ ഒന്നും ചെയ്യത്തില്ല. ആമേൻ. ഞാൻ എന്നിൽ ആമേൻ മാത്രം ആശ്രയിക്കുകയില്ല. ആമേൻ. സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ ഞാൻ ആശ്രയിക്കത്തില്ല, പ്രഭുക്കന്മാരെ ഞാൻ ആശ്രയിക്കത്തില്ല. ആമേൻ. ഞാൻ പിതാവിനെ നോക്കി ജീവിക്കും. ഇന്ന് രാത്രി ആമേൻ ഈ തലമുറയിൽ ജീവിക്കുന്നവരോട് ആമേൻ അതെ ഇന്നത്തെ ആമേൻ യൗവനക്കാരോട് യൗവനക്കാരികളോട് ഇന്നത്തെ യൂത്തിനോട് ഞാൻ പറയാം, ആമേൻ നിങ്ങൾ സ്വയം ആശ്രയിക്കാതെ ആമേൻ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ ആശ്രയിച്ച ആമേൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ അനുസരണമുള്ളവനായതുപോലെ വേറെ ചങ്കത്ത് കൈവച്ച് പറയും, ഞാൻ പിതാവിനെ നോക്കി ജീവിക്കുക. ഹല്ലേലൂയ.
ലോകത്തിലെ ജീവിതം എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കത്തില്ല. ആമേൻ. എന്റെ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കത്തില്ല. ആമേൻ. എന്നെ കുറിച്ചുള്ള ഈ ലോകത്തിലെ ഒരു വ്യക്തിയുടെയും ഇഷ്ടത്തിന് ഞാൻ ജീവിക്കത്തില്ല. ആമേൻ. എന്നെ ഞാൻ ജനിക്കുന്നതിന് മുന്നമേ അറിഞ്ഞ എന്റെ പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞ അവനെ ശ്രദ്ധിച്ച അവന്റെ കൽപ്പന പോലെ ഞാൻ ജീവിക്കുക. ഹല്ലേലൂയ. ഞാൻ കേൾക്കും. ആമേൻ. ഞാൻ പിതാവിന്റെ വചനം കേൾക്കും, പിതാവിന്റെ ശബ്ദം കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. പിന്നെ ഞാൻ നടക്കും. ആമേൻ. എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഹല്ലേലൂയ ഐക്യമാണ്. കാരണം യേശുവിന്റെ ശക്തി അത്ഭുതങ്ങളിൽ നിന്നല്ല. ആമേൻ. പിന്നെയോ പിതാവിനോടുള്ള ഐക്യത്തിൽ നിന്നാണ്. ആമേൻ. നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതം സ്വർഗത്തിന്റെ പ്രതിഫലമാകും. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും ഇന്ന് രാത്രി? ആമേൻ. അത് അപ്രകാരം പറയുന്നവർ, അപ്രകാരം തീരുമാനിക്കും, പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുന്നവർ ആമേൻ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സ്വയമേ ഒന്നും ചെയ്യാതെ ആമേൻ പിതാവ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് പിതാവ് ഏൽപ്പിക്കുന്നത് പിതാവിൽ നിന്ന് പ്രാപിച്ചു ചെയ്തതുപോലെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ ആമേൻ പറയും? യേശുവിന്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതം. ആമേൻ. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. ഈ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ സ്വയം അവന്റെ പിതാവ് സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നുവോ അത് ശ്രദ്ധിക്കുമായിരുന്നു, അത് കാണുമായിരുന്നു. അവിടുന്ന് ഏൽപ്പിക്കുന്നതായിരുന്നു ചെയ്തത്. ആമേൻ. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് ആമേൻ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ മരുഭൂമികളിൽ പോയി പ്രാർത്ഥിച്ചു. ആമേൻ. ഇന്ന് നമ്മള് പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ ആമേൻ AC വേണം, അല്ലേ? സെറ്റപ്പ് വേണം. ഹല്ലേലൂയ. ആമേൻ. അതുമായി ബന്ധപ്പെട്ട ആമേൻ നല്ല. എന്നാൽ യേശു ആമേൻ മരുഭൂമികളിൽ പോയി പ്രാർത്ഥിച്ചു. പ്രിയരെ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, ആമേൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ആയിരങ്ങളെ അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തിയവൻ. ഹല്ലേലൂയ. എങ്കിലും വചനം പറയുന്നു അവൻ മരുഭൂമികളിൽ പോയി പ്രാർത്ഥിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇത്ര മാത്രം ദൈവ പ്രവർത്തിക്ക് മുഖാന്തരമായി മാറുവാൻ അവൻ കാരണമാ പറഞ്ഞു വരുന്നത്. അവന്റെ ജീവിതം അവൻ ഇതൊക്കെ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനായി മാറുവാൻ കാരണം അവൻ പ്രാർത്ഥനാശീലമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. മരുഭൂമിയിൽ നമുക്കറിയാം മരുഭൂമിയുടെ അനുഭവം. ഹല്ലേലൂയ. വെള്ളമില്ല. ആമേൻ. ആമേൻ. അതെ, അത്യന്തമായ ചൂടാ. ഹല്ലേലൂയ. ആമേൻ. അവിടെ പോയി പ്രാർത്ഥിച്ചു. ആമേൻ. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, ഇതൊരു ചെറിയ വാക്ക് അല്ല കേട്ടോ. ഇത് യേശുവിന്റെ ശക്തിയുടെ രഹസ്യമാണ്. ആമേൻ. ഈ തലമുറയിൽ ജീവിക്കുന്ന നിന്നിലൂടെ പിതാവിന്റെ മഹത്വം വെളിപ്പെടണമോ? ആമേൻ. രോഗികൾ സൗഖ്യമാകണമോ? പാപികൾ മനം തിരിയണമോ? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കണമോ? ആമേൻ. പ്രാർത്ഥനാ ജീവിതം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ. മരുഭൂമികളിൽ പോയി അതേ ദൈവപുത്രൻ പ്രാർത്ഥിച്ചു. ആ യേശുവിലൂടെ അത്രേ രോഗികൾ സൗഖ്യമായത്, കുഷ്ഠ രോഗികൾ സൗഖ്യമായത്. ആമേൻ. പാപികൾ മനം തിരിഞ്ഞത്. ഹല്ലേലൂയ. ഇത് യേശുവിന്റെ ശക്തിയുടെ രഹസ്യമാണ്. ഹല്ലേലൂയ.
ആമേൻ. ശക്തിയുടെ രഹസ്യം ആമേൻ പൊതുവേദിയിലല്ല, ആമേൻ, അത് സ്വകാര്യ പ്രാർത്ഥനയിൽ. ആമേൻ. അത് തിരക്കിനിടയിലും ആമേൻ പ്രാർത്ഥിച്ച യേശു. ആ ദിവസങ്ങളിൽ യേശുവിന്റെ ചുറ്റും ജനക്കൂട്ടം നിറഞ്ഞിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അതേ രോഗികൾ, ആമേൻ, ദരിദ്രർ, ആമേൻ, അതേ പ്രശ്നങ്ങൾ, നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും അവൻ ഒരു കാര്യവും വിട്ടുകളഞ്ഞില്ല. ആമേൻ. പിതാവിനോടുള്ള ഏകാന്തത സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി, അവൻ ശബ്ദത്തിൽ നിന്ന് മാറി. ആമേൻ. അവൻ മരുഭൂമിയിലേക്ക് പോയി. ആമേൻ. മരുഭൂമിയിൽ ശൂന്യതയുടെ സ്ഥലം. അവിടെ ആമേൻ ഹല്ലേലൂയ കയ്യടിയില്ല. ആമേൻ. അവിടെ പ്രശംസയില്ല, അവിടെ ക്യാമറയില്ല, പക്ഷേ അവിടെ പിതാവുണ്ട്. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നിടത്ത് ക്യാമറ പിടിക്കാൻ ആരും ഉണ്ടാകത്തില്ല. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയ്യടിക്കാൻ ആരും ഉണ്ടാകത്തില്ല. ആമേൻ. സാഹിപ്പിക്കുവാൻ ആരും ഉണ്ടാകത്തില്ല. സ്വീകരിക്കുന്ന ആമേൻ ഒരു പിതാവ് നിന്റെ ആമേൻ അതേ നിന്റെ പ്രാർത്ഥനയെ ശ്രമിക്കുവാൻ, നിന്റെ കണ്ണുനീർ നോക്കിക്കേ. അവൻ മരുഭൂമിയിലേക്ക് പോയി. അതെ, മരുഭൂമി ശൂന്യതയുടെ സ്ഥലമാ. അവിടെ കയ്യടിയില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അവിടെ പ്രശംസയില്ലെന്ന്, അവിടെ ക്യാമറയില്ലെന്ന്, പക്ഷേ അവിടെ പിതാവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന ആമേൻ ദൗത്യത്തിന്റെ ഇന്ധനമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ ഓരോ വലിയ തീരുമാനത്തിനു മുമ്പ് ആമേൻ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശിഷ്യന്മാരെ ഉരുവാക്കുവാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആമേൻ മുഴുവൻ ഹല്ലേലൂയ അതേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി സമയം ചെലവഴിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ആമേൻ ഗെത്സമനയിൽ യേശു ദൈവപുത്രനായിരുന്നുവെങ്കിലും പ്രാർത്ഥനയിലൂടെ ആമേൻ ജീവിച്ചു. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ എത്ര അധികം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കൂടപ്പറപ്പെ, ശുശ്രൂഷകന്മാരെ, മാതാപിതാക്കളെ, ഈ തലമുറയിൽ ആമേൻ ദൈവമഹത്വം ആമേൻ കൂട്ടായ്മയിൽ വെളിപ്പെടണമെങ്കിൽ, ശുശ്രൂഷയിൽ വെളിപ്പെടണമെങ്കിൽ, ജീവിതങ്ങളിലൂടെ വെളിപ്പെടണമെങ്കിൽ നാം എത്ര അധികം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ അല്ലേ? ആമേൻ. എന്തൊക്കെ തിരക്ക. ആമേൻ. മൊബൈലിന്റെ തിരക്ക്. ആമേൻ. ഫോണുമായിട്ടുള്ള തിരക്ക്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയ തിരക്ക്. ആമേൻ. ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ. പക്ഷെ സ്വർഗം ചോദിക്കുന്നു, നിന്റെ മരുഭൂമി എവിടെയാണ്? ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഏകാന്തത സമയം എവിടെ? ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ആമേൻ ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. അനുഭവിക്കുന്നത് ആമേൻ. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുവാൻ ആമേൻ നിയോഗം തരുന്നത്, പ്രാർത്ഥനയില്ലാത്ത വിശ്വാസം ക്ഷീണിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷ തളരും. ആമേൻ. പ്രാർത്ഥനയില്ലാത്ത ജീവിതം വഴിതെറ്റും. ആമേൻ. എന്നാൽ മറഞ്ഞിരിക്കുന്ന ആമേൻ വെളിപ്പെട്ടു വരുവാനിടയാകും. ആമേൻ. ഇന്നു മുതൽ ഹല്ലേലൂയ ഞാൻ തിരക്കിലല്ല, ദൈവ സന്നിധിയിൽ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എന്റെ ഈ ഭൂമിയിലെ ജീവിതം ആമേൻ യേശു എനിക്ക് കാണിച്ചു തരുന്ന മാതൃകയിലായിരിക്കുമെന്ന് ഇന്ന് രാത്രി ആമേൻ എത്ര പേർ തീരുമാനം ആമേൻ എത്ര പേർ സംഘത്ത് കൈവച്ച് ആമേൻ പറയും, ആമേൻ ഞാൻ ഇനി തിരക്കിൽ അല്ല, ദൈവ സന്നിധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ പ്രശംസയിലല്ല, പ്രാർത്ഥനയിൽ വളരും. ആമേൻ. എന്റെ ശക്തിയുടെ ആമേൻ ഹല്ലേലൂയ ഉറവ ദൈവ സാന്നിധ്യം ആയിരിക്കും. ഹല്ലേലൂയ. പ്രിയരേ, ആമേൻ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ പൊതുവേദിയിൽ തുടങ്ങുന്നില്ല, അവ മുട്ടുകുത്തുന്ന സ്ഥലത്ത് ആരംഭിക്കുന്നു. ആമേൻ. ഇന്ന് ഈ നിമിഷം നമുക്ക് യേശുവിനെ പോലെ ഒരു തീരുമാനമെടുക്കാം. ആമേൻ. ഞാൻ പ്രാർത്ഥനയോടെ ജീവിതം ഹല്ലേലൂയ മുമ്പോട്ട് നയിക്കും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയുടെ ജീവിതം തെരഞ്ഞെടുക്കുന്നു. കാരണം മരുഭൂമിയിൽ പ്രാർത്ഥിക്കുന്നവരെ ലോകം ഒരു നാൾ കാണും, പക്ഷേ ആദ്യം സ്വർഗം കാണും. ലോകം ഒരു നാൾ കാണുമ്പോൾ
ആദ്യം സ്വർഗം കാണ്. എത്ര പേർ ആമേൻ പറയും? ആമേൻ. യേശുവിന്റെ ജീവിതം ആമേൻ പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. യേശുവിന്റെ ജീവിതം അനുസരണത്തിന്റെ ജീവിതമായിരുന്നു. യേശുവിന്റെ ജീവിതം പിതാവിനെ ശ്രദ്ധിക്കുന്ന ജീവിതമായിരുന്നു. യേശുവിന്റെ ജീവിതം പിതാവിനെ മാതൃകയാക്കുന്ന ജീവിതമായിരുന്നു. ഹല്ലേലൂയ. മൂന്നാമതായി ആമേൻ നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശുവിന്റെ ജീവിതം കരുണയുടെ ജീവിതമാണ്. ആമേൻ. മത്തായി സുവിശേഷം ആമേൻ 9-ാം അധ്യായം 36-ാം വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. യേശുവിന്റെ ജീവിതം കരുണയുടെ ജീവിതമായിരുന്നു. ആമേൻ. മത്തായി സുവിശേഷം ആമേൻ 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ ജനക്കൂട്ടങ്ങളെ കണ്ട് അവർക്ക് കരുണ തോന്നിയെന്ന്, മനസ്സലിഞ്ഞെന്ന്. ആമേൻ. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ക്ഷീണിച്ചും ചിതറിയും ഇരുന്നുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ വാക്യത്തിൽ യേശുവിന്റെ ഹൃദയം എന്ത് ചെയ്യുക? തുറക്കപ്പെടുന്നു. ഹല്ലേലൂയ. അവൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ വിമർശിച്ചില്ല. ആമേൻ. അവൻ കുറ്റപ്പെടുത്തിയില്ല. ആമേൻ. അവൻ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ തൊടുത്തുവിട്ടില്ല. ആമേൻ. അവൻ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. ആമേൻ. അവൻ അകന്നു നിന്നില്ല. അവന് കരുണ തോന്നി. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷകന്മാർ എങ്ങനെയാ? ആമേൻ. വിമർശിക്കുകയല്ലേ, കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ലേ, ആമേൻ, അകന്ന് ആമേൻ പോകുകയല്ലേ. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ യേശുവിന്റെ ഹൃദയം എന്ത് ചെയ്യാണ്? അവൻ തുറക്കപ്പെടുകയാണ്. അവൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അകന്നു പോയില്ല. ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുന്ന കരുണാമയനായ അവൻ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രന്റെ ജീവിതം ഇവണ്ണമായിരുന്നു. അവൻ യേശുവിന്റെ ഹൃദയം അവൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ വിമർശിച്ചില്ല, അവൻ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല, അവൻ അകന്നു നിന്നില്ല, അവന് കരുണ തോന്നിയല്ല. ഇന്ന് രാത്രി നിന്നെ വിമർശിക്കുന്നവരുണ്ടാകാം, നിന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, നിന്നെ അകറ്റി നിർത്തുന്നവരുണ്ടാകാം. എന്നാ ഈ ഭൂമിയിൽ അവൻ നമുക്ക് മാതൃകയായി ജീവിച്ച ദൈവപുത്രനായ യേശുവിന്റെ ജീവിതം അവണ്ണമായിരുന്നില്ല. ആമേൻ. യേശുവിന്റെ കണ്ണ് കാണുന്ന കണ്ണായിരുന്നു. ആമേൻ. കാണുന്ന കണ്ണ്. ഹല്ലേലൂയ. കരുണയുടെ ഹൃദയം. ആമേൻ. ജനക്കൂട്ടം എന്നത് ഒരു സംഖ്യയല്ല. ആമേൻ. അത് വേദനകളുടെ സമാഹാരം. ഹല്ലേലൂയ. അത് തകർന്ന കുടുംബങ്ങൾ. ആമേൻ. അത് രോഗങ്ങളും ദാരിദ്ര്യവും. ആമേൻ. അത് പാപഭാരത്തിൽ തളർന്ന ആത്മാക്കൾ, മത നേതാക്കൾ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിയമം കണ്ടു, യേശു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. അതെ, മത നേതാക്കൾ നിയമങ്ങൾ കയ്യിലെടുക്കുമ്പോൾ യേശു ആമേൻ മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. മത നേതാക്കൾ നിയമങ്ങൾ കാണുമ്പോൾ യേശു മനുഷ്യനെ കണ്ടു. അവരുടെ വേദനകളെ കണ്ടു, അവരുടെ തകർന്ന ഹൃദയങ്ങളെ കണ്ടു, അവരുടെ രോഗങ്ങളെ കണ്ടു, അവരുടെ ദാരിദ്ര്യത്തെ കണ്ടു, അവരുടെ പാപഭാരത്തെ കണ്ടു. ഇന്ന് രാത്രി അവനാണ് നമ്മുടെ മാതൃക. ഹല്ലേലൂയ. ആമേൻ. ഇതാണ് വ്യത്യാസം. ആമേൻ. മതം കുറ്റം കാണും. ഹല്ലേലൂയ. യേശു വേദന കാണും. ആമേൻ. അവൻ മതപ്രഭാഷകൻ മാത്രമല്ല, അവൻ കരുണയുടെ അവതാരമാണ്. ഹല്ലേലൂയ. യേശു മതപ്രഭാഷകനായിരുന്നില്ല. എന്നാൽ ലോകം പറയും അവൻ മതപ്രഭാഷകനായിരുന്നു എന്ന്. അങ്ങനെയല്ല. ആമേൻ. യേശുവിന് ഒരു മതം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അക്കാലത്തെ യഹൂദ മതമുണ്ടായിരുന്നു. ആമേൻ. ആ മതത്തിന്റെ പ്രഭാഷകനായിരുന്നില്ല യേശു. ഹല്ലേലൂയ. ആമേൻ. അവൻ കരുണയുടെ ആമേൻ ശുശ്രൂഷകനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. കരുണ പ്രവൃത്തിയാകുമ്പോൾ ആമേൻ എന്താ സംഭവിക്കുന്നത്? ആമേൻ. അവൻ കുഷ്ഠരോഗിയെ സ്പർശിച്ചു. ആമേൻ.
ഹല്ലേലൂയ. യഹൂദന്മാര് നിയമം കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ കുഷ്ഠരോഗിയെ പാളയത്തിനപ്പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് നിയമമുള്ളപ്പോൾ ഹല്ലേലൂയ ആ നിയമത്തെ അസാധുവാക്കിക്കൊണ്ട് അവൻ കുഷ്ഠരോഗിയെ സ്പർശിച്ചു. ഹല്ലേലൂയ. അവൻ സമൂഹം പറഞ്ഞത് അകന്നു നിൽക്കൂ. ആമേൻ. യേശു പറഞ്ഞു ഞാൻ സന്നദ്ധനാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ പാപനിയെ ഹല്ലേലൂയ അതെ അവളോട് ക്ഷമിച്ച് ആമേൻ അവളെ രക്ഷിപ്പാനിടയായി. അവൻ ധനം കല്ലെടുത്തു. ഹല്ലേലൂയ. അവളെ എറിയുവാൻ, അവളെ വിധിക്കുവാൻ, അവളെ കല്ലെറിയുവാൻ. എന്നാൽ യേശു കല്ലല്ല എടുത്തത്, യേശു എടുത്തത് കരുണയാണ്. ഇന്ന് രാത്രി കല്ലുകൊണ്ട് എറിഞ്ഞ്, വാക്കുകൾ കൊണ്ട് എറിഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി അവൻ കരുണയെടുത്ത് നിന്നെ ചേർത്ത് നിർത്തി മാനിക്കുന്നവരാണ്. ഓ യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം ഹല്ലേലൂയ അപ്രകാരമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ നികുതി വാങ്ങിക്കുന്നവനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അവൻ നികുതി വാങ്ങിക്കുന്നവനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. ആമേൻ. തള്ളിക്കളഞ്ഞവനെ അവൻ തന്റെ ശിഷ്യനാക്കി. ഹല്ലേലൂയ. കരുണ വാക്കല്ല കേട്ടോ. ആമേൻ. കരുണ വാക്കല്ല. ആമേൻ. കരുണ സമീപനമാണ്. കരുണ സ്പർശനമാണ്. ആമേൻ. കരുണ സ്വീകരണമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവം തന്റെ പുത്രനിലൂടെ ഈ ഭൂമിയിൽ ഹല്ലേലൂയ മാനവകുലത്തോട് കരുണ കാണിപ്പാനിടയായി. ആ കരുണ ചിലരെ സ്പർശിക്കുവാനിടയായി. ആ കരുണ ചിലരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമതായി ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ഭയത്തിന്റെ മതത്തിൽ നിന്ന് സ്നേഹത്തിന്റെ രാജ്യത്തിലേക്ക്. അന്നത്തെ കാലത്ത് ജനങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടു. നിയമം ലംഘിച്ചാൽ ശിക്ഷ, പാപം ചെയ്താൽ നിന്ന. പക്ഷെ യേശുവിന്റെ വരവോടെ ഒരു മാറ്റം സംഭവിച്ചു. അവൻ ഭയത്തിന്റെ മതം സ്നേഹത്തിന്റെ രാജ്യമായി. അവൻ പഠിപ്പിച്ചത് ഇതായിരുന്നു. അവൻ ദൈവം ന്യായാധിപതി മാത്രമല്ല, അവൻ പിതാവാണ്. ഇതാണ് വിപ്ലവം. ഇതാണ് സുവിശേഷത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇടപെടുകയാണ്. നിന്റെ കണ്ണ് ജനങ്ങളെ എങ്ങനെ കാണുന്നു? ആമേൻ നീ രക്ഷിക്കപ്പെട്ടവനാണോ? ആമേൻ നീ ശുശ്രൂഷകനാണോ? ആമേൻ നീ ദൈവ പൈതൽ എന്നുള്ള ലേബൽ ഒട്ടിച്ച് ജീവിക്കുന്നവനാണോ? നീ ക്രിസ്ത്യാനി എന്ന പേര് ആമേൻ പറഞ്ഞ് നടക്കുന്നവനാണോ? അങ്ങനെയെങ്കിൽ യേശുവിനെ മാതൃയാക്കുന്ന നിന്റെ ജീവിതം ആമേൻ. യേശു പ്രാർത്ഥന ശീലം ഉള്ളവനല്ല. യേശു പ്രാർത്ഥന ആമേൻ ശീലിച്ചവൻ മാത്രമായിരുന്നില്ല, അവൻ പ്രാർത്ഥന ചെയ്യുന്നവനായിരുന്നു. അവന്റെ രഹസ്യത്തിന്റെ മഹാത്മ്യം അതായിരുന്നു. അവന്റെ ശക്തിയുടെ ആമേൻ രഹസ്യം അതായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെന്ന് പേരുള്ളോ അതോ പ്രാർത്ഥിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത് നിന്റെ കണ്ണ് ആമേൻ സമൂഹത്തിൽ ജനങ്ങളെ എങ്ങനെ ആമേൻ നീ കുറ്റം മാത്രമേ കാണുന്നു? ഹല്ലേലൂയ. അതോ ആമേൻ വേദനിക്കുന്നവരുടെ വേദന നീ കാണുന്നുവോ? കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് നീ വിധിക്കുവോ അതോ കരുണ പ്രദർശിപ്പിക്കുന്നുവോ? ഹല്ലേലൂയ. പ്രിയേ, കഠിനമാകും. കരുണയില്ലാത്ത ശുശ്രൂഷ സഭ വെറും കെട്ടിടമാകും. ഹല്ലേലൂയ. പക്ഷേ കരുണയുള്ളിടത്ത് സ്വർഗത്തിന്റെ അന്തരീക്ഷം ഇറങ്ങി വരും. ആമേൻ. ഓ ഹല്ലേലൂയ. കരുണയുള്ളിടത്ത് സ്വർഗത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ ദേശത്തിനകത്ത് ഹല്ലേലൂയ കരുണയുണ്ടോ? കരുണയുണ്ടോ? കരുണയുള്ളിടത്ത് സ്വർഗത്തിന്റെ സാന്നിധ്യം, സ്വർഗത്തിന്റെ അന്തരീക്ഷം ഇറങ്ങി വരും. ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിന്റെ നിലവാരം മാറുകയാണ്. ചിലരുടെ ശുശ്രൂഷകളുടെ നിലവാരം മാറുകയാണ്. ചിലരുടെ മാറുകയാണ്. അവൻ ഭവനത്തിനകത്ത് കരുണ വെളിപ്പെടണം.
ഹല്ലേലൂയ. ഇന്നൊരു ആത്മീയ പ്രഖ്യാപനം ഇന്ന് ഈ നിമിഷം നമുക്ക് പ്രഖ്യാപിക്കുവാൻ കഴിയുമോ? ആമേൻ. ഞാൻ വിധിക്കാരനല്ല, കരുണയുള്ളവനാ. ആമേൻ. ഞാൻ തള്ളുന്നവനല്ല, സ്വീകരിക്കുന്നവനാ. ആമേൻ. എന്റെ ഹൃദയം യേശുവിന്റെ ഹൃദയത്തോട് ഒത്തുചേരട്ടെ. കാരണം ജനക്കൂട്ടത്തെ കണ്ടപ്പോ കരുണ തോന്നിയ യേശു ഇന്നും നിന്റെ വീട്ടിനെ കാണുന്നു, നിന്റെ വേദനയെ കാണുന്നു, നിന്റെ കണ്ണുനീരിനെ കാണുന്നു. അവൻ ഇന്നും കരുണയുടെ രാജാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ തലമുറയ്ക്ക് ആമേൻ, ഹല്ലേലൂയ, ഇന്നത്തെ തലമുറയ്ക്ക് ആമേൻ നല്ല പ്രസംഗം, ഹല്ലേലൂയ, അതേ മതപ്രഭാഷകർ, ഹല്ലേലൂയ, ആമേൻ, മതിയാകുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടത് കരുണയുടെ സാക്ഷികളാണ്. പോലെ ജീവിക്കാം. ആമേൻ. കരുണയുടെ ജീവിതം നയിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നാലാമതായി യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നത് യേശുവിന്റെ ജീവിതം അനുസരണത്തിന്റെ മാതൃകയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. വായിച്ചു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. മരണത്തോളം, അതും ക്രൂശിലെ മരണത്തോളം, ആമേൻ, അനുസരണമുള്ളവനായി. പ്രിയരെ, ഇത് വെറും ഒരു വാക്യമല്ല. ആമേൻ. ഇത് സ്വർഗത്തിന്റെ മനസ്സ് തുറക്കുന്ന സത്യമാണ്. ആമേൻ. അവൻ ദൈവ സ്വരൂപത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആമേൻ സ്വയം ഉയർത്തിയില്ലെന്ന്. ഇന്ന് പലരും സ്വയം അങ്ങ് ഉയരുകയാണ്, അല്ലേ? ഹല്ലേലൂയ. ആമേൻ. ദൈവരൂപത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സ്വയം ഉയർത്തിയില്ല. ആമേൻ. അവൻ അനുസരിച്ചു. ഇത് ദൈവപുത്രന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ആമേൻ. ശക്തിയല്ല, ആമേൻ, അനുസരണത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ശക്തിയിലല്ല മഹത്വം വെളിപ്പെട്ടത്. ആമേൻ. മഹത്വം വെളിപ്പെട്ടത് അനുസരണത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് കഴിവുണ്ട് എന്ന് കാണിക്കാൻ പലരും ചെയ്യുമ്പോൾ അവിടെ മഹത്വം എന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. മഹത്വം വെളിപ്പെടണമെങ്കിൽ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആമേൻ മാതൃകയായി, ആമേൻ, അതേ പിതാവിനെ അവൻ പൂർണ്ണമായി അനുസരിപ്പാൻ തക്കവണ്ണമിടയായി. ആമേൻ. അതിലൂടെയാണ് മഹത്വം വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. അനുസരണം യേശുവിന്റെ ഉയർച്ചയുടെ വഴി. ആമേൻ. യേശുവിന്റെ ആമേൻ ശുശ്രൂഷയുടെ ഉയർച്ചയുടെ വഴി. ആമേൻ. ഹല്ലേലൂയ. എന്തായിരുന്നു? ആമേൻ. അനുസരണമായിരുന്നു. ആമേൻ. ഈ തലമുറയിൽ ശുശ്രൂഷയിൽ ആമേൻ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരോട് യേശു മാതൃക കാണിച്ചിട്ട് പറയുകയാണ്, എന്റെ ഉയർച്ചയുടെ രഹസ്യം അനുസരണമാണ്. ഹല്ലേലൂയ. എന്നാൽ ലോകം എന്താ പറയുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. ലോകം പറയുന്നു, നിന്റെ അവകാശം പിടിച്ചെടുക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് ആമേൻ അവകാശപ്പെട്ടതെല്ലാം നീ എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്. പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ലോകം, അല്ലേ, അതിനുവേണ്ടി ആമേൻ അതെ എന്തും ചെയ്യാൻ തയ്യാറാ. അവകാശം പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ ഗവൺമെന്റിൽ നിന്ന്, ആമേൻ, പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, ആമേൻ, എങ്ങനെ ആമേൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണ്, ആമേൻ, ഞങ്ങൾ നേടിയെടുക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ. ലോകം പറയുന്നു അവകാശം പിടിച്ചെടുക്കൂ. ഹല്ലേലൂയ. നിന്റെ സ്വപ്നം പിന്തുടരൂ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കൂ. ഹല്ലേലൂയ. ഇതാണ് ലോകം ഇന്നത്തെ തലമുറയോട് പറയുന്നത്. എന്നാൽ യേശുവിന്റെ ജീവിതം അപ്രകാരമായിരുന്നില്ല. യേശുവിന്റെ ജീവിതം മറ്റൊന്നാണ്. ആമേൻ. യേശു നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അവൻ പറഞ്ഞു, എന്റെ ഇഷ്ടം അല്ല, പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്. ആമേൻ. ഇവിടുത്തെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്. എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. എന്റെ ഇഷ്ടം അല്ലേ ഭൂമിയിൽ ജീവിക്കുന്നത്, എന്റെ പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ.
ഇന്നത്തെ ശുശ്രൂഷകന്മാർ, ഇന്നത്തെ ആമേൻ അതേ ആ തലമുറകള്, ഇന്നത്തെ ആമേൻ ജീവിതങ്ങള് ആരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, ആരുടെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്, ആരുടെ ഇഷ്ടത്തിനാണ് ശുശ്രൂഷിക്കുന്നത്? ആമേൻ. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയായി തീർന്ന ദൈവപുത്രനായ യേശു പറയുകയാണ്, എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിച്ചത്, ആമേൻ, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടത്തിനാണ്. ഹല്ലേലൂയ. ആമേൻ. ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ അവന്റെ ഹൃദയം എന്ത് ചെയ്തു? ആമേൻ, വിറച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ അവൻ ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ വിറയ്ക്കുവാനിടയായത്? ഹല്ലേലൂയ. ആരും അവനെ വിറപ്പിച്ചതല്ല. ആമേൻ. അവൻ വിറയ്ക്കാൻ കാരണം ക്രൂശിന്റെ വേദന മുന്നിൽ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നീ വിറയ്ക്കുന്നത് ഏത് കാരണത്തിലാ? ആമേൻ. നിന്നെ വിറപ്പിക്കുവാൻ ചിലര് നിന്റെ പുറകെ പിന്തുടരുകയല്ലേ? ഹല്ലേലൂയ. ചില വിഷയങ്ങൾ കേൾക്കുമ്പോ നീ വിറയ്ക്കുകയല്ലേ? എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു പ്രാർത്ഥനാശീലമുള്ളവൻ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോ അവൻ വിറച്ചത് അവനെ ആരും വിറപ്പിച്ചതല്ല, ക്രൂശിന്റെ വേദന മുന്നിൽ കണ്ടു അവന്റെ ഹൃദയം വിറച്ചു. ആമേൻ. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. ഹല്ലേലൂയ. എങ്കിലും അവൻ പിന്മാറിയില്ല കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വികാരങ്ങളും ആവേശങ്ങളും ഒക്കെ പറഞ്ഞു വിട്ടേക്ക്. ഹല്ലേലൂയ. ആമേൻ. ഈ വികാരം കൊണ്ടും ആവേശം കൊണ്ടും പറയുന്നതൊക്കെ വിട്ടേക്ക്. ആമേൻ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും പ്രസംഗങ്ങളോ ഏതെങ്കിലും ആമേൻ ഉണർവ് മീറ്റിങ്ങുകളോ ഒക്കെ കൂടുമ്പോ വികാരങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആ വികാരം ആമേൻ ചില കാര്യങ്ങളൊക്കെ പറയിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ജീവിക്കത്തില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് ദൗത്യം പറഞ്ഞു നടക്കൂ. ഹല്ലേലൂയ. നടക്കൂ. ആമേൻ. വികാരത്തിൽ പറഞ്ഞതാ, പിതാവേ, ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു മാറ്റണമേ. ആ ക്രൂശിന്റെ വേദന മുന്നിൽ കണ്ടു. ആ വികാരത്തിൽ പറഞ്ഞു, ആമേൻ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു മാറ്റണമേ. എന്നാൽ ആമേൻ അതെ അവൻ പിന്മാറാതെ ആ വികാരത്തെ പുറത്തു കളഞ്ഞിട്ട് പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ നടക്കുവാൻ തക്കവണ്ണം അവൻ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ അവൻ സമർപ്പിച്ചു. അത് തിരഞ്ഞെടുത്തു. ആമേൻ. അതാണ് അനുസരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുസരണം എളുപ്പമല്ല, പക്ഷേ അതാണ് മഹത്വത്തിലേക്കുള്ള വഴി. ആമേൻ. ഹല്ലേലൂയ. ഇഹലോക ജീവിതത്തിൽ ആമേൻ ശുശ്രൂഷയിൽ ആമേൻ ഒരു മഹത്വം ആമേൻ വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ അനുസരണം എളുപ്പമല്ല കേട്ടോ, പക്ഷെ അതാണ് മഹത്വത്തിലേക്കുള്ള വഴി. ആമേൻ. ക്രൂശ സുഖകരമായിരുന്നില്ല. ആമേൻ. അത് അപമാനമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ ആമേൻ ഒരിക്കലും സുഖകരമായിരുന്നില്ല. അത് അപമാനം തന്നെയായിരുന്നു. അത് നിരസിക്കലായിരുന്നു. അത് വേദനയായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ, അതിലൂടെ ലോകത്തിന് രക്ഷ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിന്റെ നിയോഗത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. അനുസരണം ചിലപ്പോൾ നിനക്ക് നഷ്ടം പോലെ തോന്നാം. ഹല്ലേലൂയ. അനുസരണം ചിലപ്പോൾ നിനക്ക് നഷ്ടം പോലെ തോന്നും. ഹല്ലേലൂയ. അനുസരണം ചിലപ്പോൾ നിന്റെ സ്വപ്നം ത്യജിക്കണം. ഹല്ലേലൂയ. ആമേൻ. നീ കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം? കളയണം. ഹല്ലേലൂയ. അനുസരണം ആമേൻ ചിലപ്പോൾ നിന്റെ സ്വപ്നം ത്യജിക്കണം. ഹല്ലേലൂയ. അനുസരണം ചിലപ്പോൾ നിന്റെ അഭിമാനം തകർക്കും. എന്നാൽ അനുസരണം ദൈവത്തിന്റെ പദ്ധതിയെ തുറക്കും. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുകയാണ്, എന്താ തുറക്കാത്തെന്നറിയോ? ആമേൻ. അനുസരണമില്ല. ആമേൻ.
അനുസരണം ദൈവത്തിന്റെ പദ്ധതിയെ തുറക്കും. ആമേൻ. ദൈവപുത്രന്റെ മുമ്പിൽ ആമേൻ റോമൻ ഇമ്പീരിയൽ മുദ്ര കുത്തി ഭാരമേറിയ കല്ലുരുട്ടി വെച്ച് ആമേൻ ആരും തുറക്കാതിരിക്കാൻ പടയാളികളെ കാവൽ നിർത്തി. പക്ഷേ മനുഷ്യനായി ഭൂമിയിൽ തന്നെ താഴ്ത്തി ആമേൻ ക്രൂശിലെ മരണത്തോ അനുസരണമുള്ളവനായ യേശുവിന്റെ ആമേൻ ആ ശരീരത്തിന്റെ മുമ്പിൽ പോലും ആമേൻ അതേ വാതിലുകൾ തുറക്കപ്പെടായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി തുറക്കുവാനിടയായി. ഹല്ലേലൂയ. ചലനമറ്റു കിടക്കുന്ന, ജീവൻ പോയി കിടക്കുന്ന അമ്മേ ഹല്ലേലൂയ ആ ശരീരത്തിന്റെ മുമ്പിൽ പോലും ദൈവത്തിന്റെ പദ്ധതി ആമേൻ തുറന്നു വരുവാനിടയായെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ ശരീരം ആമേൻ അത് നിർജീവമായി പോയാലും, നിന്റെ ശരീരം ആമേൻ ബലമില്ലാതായാലും, അനുസരണം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആമേൻ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി തുറന്നു വരുവാനിടയാകും. ഹല്ലേലൂയ. ഇന്നത്തെ സംസ്കാരവും യേശുവിന്റെ ആമേൻ വഴി. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ തലമുറ പറയുന്നു എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. ആമേൻ. ഇന്ന് തലമുറയ്ക്ക് അപ്പന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഉളുപ്പുമില്ല, അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഉളുപ്പുമില്ല, അധ്യാപകരുടെ മുഖത്ത് നോക്കി പറയുവാൻ ഒരു ശങ്കയുമില്ല, ഒരു ഭയവുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ സംസ്കാരമാണത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു വെല്ലായ്മ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. പക്ഷേ ദൈവരാജ്യം വ്യത്യസ്തമാകട്ടോ. ഈ ലോകം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ, ഈ ലോക രാജ്യം അങ്ങനെ ആകുമ്പോൾ, സ്വർഗീയ രാജ്യം, ദൈവിക രാജ്യം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ഓ, രാജ്യത്തിന്റെ ഭാഷ എന്താണെന്നറിയാമോ? പിതാവേ. ആമേൻ. യേശു ആമേൻ റോൾ മോഡലാകട്ടോ, യേശു മാതൃകയാകട്ടോ. ആമേൻ. യേശുവിനൊരു പിതാവുണ്ടെന്ന് ആമേൻ യേശു സംബോധന ചെയ്യുന്നത് ഈ ഭൂമിയിൽ. ആമേൻ. പിതാവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇന്നത്തെ തലമുറ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അനുസരണം ദൗർബല്യമല്ല, ആമേൻ, അത് ആത്മീയ ശക്തിയാണ്. ആമേൻ. സ്വയം ഉയർത്തുന്നവനെ ലോകം കാണും. ആമേൻ. പക്ഷെ സ്വയം താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. വചനം പറയുന്നത് ആമേൻ തന്നെത്താൻ ഉയർത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ചിലരെ ദൈവാത്മാവ് വിളിക്കുകയാണ്, ചിലരെ ദൈവാത്മാവ് ഉണർത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രവചനാത്മാവിൽ ദൈവം ചിലരോട് ഇടപെടുകയാണ്. അനുസരിക്കുന്ന പുത്രന്മാരെയാണ് ഞാൻ ഉയർത്തുന്നത്. നിന്റെ വിദ്യാഭ്യാസത്തിൽ നിനക്ക് ഉയരണമോ? നിന്റെ ജോലി മേഖലയിൽ നിനക്ക് ഉയർച്ച വേണമോ? ആമേൻ. നിന്റെ സമൂഹത്തിൽ നിനക്ക് ഉയർച്ച വേണമോ? നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് ഉയർച്ച വേണമോ? ഹല്ലേലൂയ. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അനുസരിക്കുന്ന പുത്രന്മാരെ, അനുസരിക്കുന്ന പുത്രിമാരെ, ആമേൻ, അനുസരിക്കുന്ന കൂട്ടത്തെ ഞാൻ ഉയർത്തും. ആമേൻ. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന അനുസരണം തുറന്ന അനുഗ്രഹമാകും. ക്രൂശ് സ്വീകരിക്കുന്നവർക്ക് കിരീടം ഉറപ്പാണ്. പ്രിയരേ, ഇന്ന് ഒരു തീരുമാനത്തിന്റെ മുമ്പിൽ നീ എത്തപ്പെടുകയാണ്. ഇന്ന് രാത്രി എത്ര തീരുമാനമെടുക്കും? നിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം? നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? നീ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ? നീ എപ്രകാരമാ ജീവിക്കുന്നേ? ദൈവപുത്രനായ യേശുവിനോട് ചോദിച്ചാൽ യേശു പറയും, ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ലോകത്തിന് വേണ്ടിയല്ല, ഞാൻ എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുക. ഓർക്കുക, ക്രൂശിൽ ഉയർത്തെഴുന്നേൽപ്പില്ല. അനുസരണമില്ലാതെ
ഉയർച്ചയില്ല. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ക്രൂശില്ലാതെ ഉയർത്തെഴുന്നേൽപ്പില്ല, അനുസരണമില്ലാതെ ഉയർച്ചയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ സ്വയം പ്രഖ്യാപിക്കും? എന്നോട് ചേർന്ന് ഇങ്ങനെ പറയാമോ? എന്റെ ജീവിതം എന്റെ ഇഷ്ടം മാത്രം അല്ല, ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് മുൻഗണന കൊടുക്കും. ഞാൻ അനുസരണത്തിന്റെ വഴിയിൽ നടക്കും. കാരണം മരണത്തോളം അനുസരിച്ച യേശുവിനെ ദൈവം ഏറ്റവും ഉയർന്ന നാമം നൽകി. ഉയർത്തുമത്തക്കവണ്ണം ഇടയായി. പ്രിയരേ, നിന്റെ അനുസരണം ഇന്ന് വേദനയായിരിക്കാം, പക്ഷേ നാളെ അത് മഹത്വമായിരിക്കും. യേശുവിനെ പോലെ ജീവിക്കാം, അനുസരണത്തിന്റെ മാതൃകയായി നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതം കൊണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചു? ലോകത്തിന് എന്ത് സംഭവിച്ചു? വിശുദ്ധ വേദപുസ്തകം, ആമേൻ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യം. ഹല്ലേലൂയ, ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം, ആമേൻ, ഹല്ലേലൂയ, 10-ാം അധ്യായം 38-ാം വാക്യം. ആമേൻ. ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് അവൻ നന്മ ചെയ്ത് പിശാചാൽ പീഡിതരായിരുന്ന എല്ലാവരെയും സുഖപ്പെടുത്തി. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ട്, ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി ചെയ്തുകൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരെയും അവൻ എന്ത് ചെയ്തു? സുഖപ്പെടുത്തി. ആമേൻ. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. പ്രിയരെ, യേശു ഒരു തത്വ ചിന്തകൻ മാത്രമല്ലായിരുന്നു. ആമേൻ. അവനൊരു സിദ്ധാന്തം മാത്രം പഠിപ്പിച്ചില്ല. ആമേൻ. അവൻ ജീവിതം, ഹല്ലേലൂയ, മാതൃകയായി ജീവിച്ചു. ഹല്ലേലൂയ. അവൻ ജീവിതം, ഹല്ലേലൂയ, ലോകത്തെ, ആമേൻ, മാറ്റുവാൻ, ആമേൻ, ഇടയാകുന്ന, ആമേൻ, മാതൃകയുള്ള ജീവിതം നയിപ്പാനിടയായി. ഹല്ലേലൂയ, ആമേൻ. ഈ ഒരു വാക്യത്തിൽ, ആമേൻ, യേശുവിന്റെ ദൗത്യം മുഴുവൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ആ വാക്യത്തിനകത്ത്, ആമേൻ, യേശുവിന്റെ ദൗത്യം മുഴുവൻ, ആമേൻ, അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. 1 അഭിഷേകം, 2 നന്മ, 3 വിടുതൽ, 4 ദൈവ സാന്നിധ്യം. ആമേൻ. അവനിൽ അഭിഷേകമുണ്ടായിരുന്നെന്ന്, അവനിൽ നന്മയുണ്ടായിരുന്നെന്ന്, അവനിൽ വിടുതലുണ്ടായിരുന്നെന്ന്, അവനിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് എന്താണ്? ആമേൻ. അങ്ങനെ ജീവിച്ച യേശു മൂലം ലോകത്തിൽ എന്ത് സംഭവിച്ചു? ആമേൻ. ഒന്നാമതായി, ആമേൻ, യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, രോഗികൾ സൗഖ്യപ്പെട്ടു, രോഗികൾ സുഖപ്പെട്ടു. യേശു വന്നപ്പോൾ രോഗം അവസാന വാക്കു പറഞ്ഞില്ല, കണ്ടു. കുഷ്ഠരോഗി ശുദ്ധനായി. ആമേൻ. കിടന്നവൻ എഴുന്നേറ്റു. ആമേൻ. അവന്റെ ജീവിതം ഒരു സന്ദേശം നൽകി. എന്താ സന്ദേശം? ദൈവരാജ്യം വന്നാൽ പീഡനം പിന്മാറും. ഹല്ലേലൂയ. ഓ ശാഖാരാസിയാനാഥ ചുടബബ ശബ്ദനാഥനാഥികൾ കമനഗസ്. ഹല്ലേലൂയ, ആമേൻ.
ആമേൻ അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോ ഹല്ലേലൂയ ഇന്നും അവന്റെ ശക്തി പ്രവർത്തിക്കുന്നു. ആമേൻ ഈ സമയം രോഗികളായിരിക്കുന്നവരോട് പറയാ, ആമേൻ യേശു സൗഖ്യദായകനെന്ന് പ്രസംഗിച്ചു പോകുകയായിരുന്നില്ല. യേശു സൗഖ്യദായകനെന്ന് അവന്റെ ജീവിതത്തിലൂടെ ആമേൻ ഇവിടെ വെളിപ്പെടുത്തിയിട്ടാണ് പോയത്. ഹല്ലേലൂയ ആമേൻ. അതേ കുഷ്ഠരോഗി ശുദ്ധനായി. ഹല്ലേലൂയ. യേശു ആമേൻ വന്നപ്പോൾ രോഗികൾ സുഖപ്പെട്ടു. ഹല്ലേലൂയ. കുരുടൻ കാണുവാനിടയായി, മുടന്തൻ നടക്കുവാനിടയായി, ചെകിടൻ കേൾക്കുവാനിടയായി. ഹല്ലേലൂയ ആമേൻ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പ്രാർത്ഥനാ ജീവിതമുള്ളവനിലൂടെ ആമേൻ തന്നെത്താൻ താഴ്ത്തുന്നവനിലൂടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനിലൂടെ അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇതൊക്കെ സംഭവിച്ചെന്ന്. ഹല്ലേലൂയ. അവന്റെ ജീവിതം ഒരു സന്ദേശം നൽകി. എന്താ സന്ദേശം? ദൈവരാജ്യം വന്നാൽ പീഡനം പിന്മാറും. ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. രണ്ട്, പാപികൾ ആമേൻ അതെ അവരുടെ പാപം ക്ഷമിക്കപ്പെട്ട ഹല്ലേലൂയ അവര് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. ലോകം കുറ്റം ചൂണ്ടിക്കാട്ടി, ആമേൻ നിയമം ശിക്ഷ പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞു, ക്ഷമിച്ചു. പാപബോധത്തിൽ തകർന്ന ഹൃദയങ്ങൾ അവന്റെ മുമ്പിൽ ആശ്വാസം കണ്ടെത്തുവാനിടയായി. ആമേൻ. പ്രിയരെ, യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാത്തവർ ഇല്ല. ഹല്ലേലൂയ. അവന്റെ രക്തം ഹല്ലേലൂയ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആമേൻ. അതുകൊണ്ട് ആമേൻ അവനിൽ വിശ്വസിച്ചവരുടെ ചരിത്രം മാറുവാനിടയായി. ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചവരുടെ പരിചയം മാറി. ഇന്ന് രാത്രി ആരവനെ വിശ്വസിക്കുന്നുവോ, ആര് അവനെ സ്വീകരിക്കുന്നുവോ, ആര് അവനെ അനുഗമിക്കുന്നുവോ, അവന്റെ ജീവിതം റോൾ മോഡലാക്കുന്നുവോ, നിന്റെ ചരിത്രം മാറുകയാ, നിന്റെ പരിചയം മാറുകയാ, നിന്റെ ഭാവി മാറുകയാ. ഓ, നിന്നിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഓ വീര്യ പ്രവർത്തികൾ സംഭവിപ്പാനിടയാകും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുന്നവനായി മാറ്, അനുസരിക്കുന്നവനായി മാറ്. സ്വയം ആമേൻ വെടിയൂ, ദൗത്യം ആമേൻ ഹല്ലേലൂയ ഏറ്റെടുക്കൂ. വികാരങ്ങളൊക്കെ ആമേൻ മാറ്റിക്കളാം. ഹല്ലേലൂയ ആമേൻ. മൂന്ന്, തള്ളപ്പെട്ടവർ സ്വീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സമൂഹം ചിലരെ പുറത്താക്കി. ആമേൻ. ഇവർക്ക് സ്ഥാനമില്ല എന്ന് വിധിച്ചു. പക്ഷേ യേശു അവരെ തന്റെ മേശയിൽ ഇരുത്തി. ആമേൻ. നികുതി പിരിക്കുന്നവരെയും ആമേൻ പാപിനിയായ സ്ത്രീയെയും ആമേൻ സമരിയ സ്ത്രീയെയും ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി ആമേൻ ചേർത്ത് നിർത്തുവാനിടയായി. ആമേൻ. യേശുവിന്റെ ജീവിതം ഒരു പ്രഖ്യാപനമായിരുന്നു. ഹല്ലേലൂയ. നിനക്ക് സ്ഥാനമുണ്ട്. ഇന്ന് ആരെങ്കിലും തള്ളപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ അവന്റെ സാന്നിധ്യം പറയുന്നു, നീ സ്വീകരിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ആരെങ്കിലും നിന്നെ അകറ്റി നിർത്തുന്നുണ്ടോ, ആരെങ്കിലും നിന്നെ മാറ്റി നിർത്തുന്നുണ്ടോ, ആരെങ്കിലും നിന്നെ തടയുന്നുണ്ടോ, നീ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യം പ്രസംഗിക്കപ്പെട്ടു. യേശു പ്രാർത്ഥിക്കുന്നവൻ മാത്രമായിരുന്നില്ല. ആമേൻ. യേശു അനുസരിക്കുന്നവൻ മാത്രമായിരുന്നില്ല. യേശു കരുണ കാണിക്കുന്നവൻ മാത്രമായിരുന്നില്ല. ആമേൻ. യേശു പ്രസംഗിക്കുന്നവനായിരുന്നു. ദൈവരാജ്യം പ്രസംഗിക്കപ്പെട്ടു. യേശു എല്ലായിടത്തും ഒരു സന്ദേശം പറഞ്ഞു, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. അത് വെറും ആമേൻ സ്വർഗവാർത്തയല്ല, അത് ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണമാണ്. ഹല്ലേലൂയ. ഇരുട്ട് മാറുന്നു, ബന്ധനം പൊളിയുന്നു, പ്രത്യാശ ജീവിക്കുന്നു. അവന്റെ ജീവിതം കൊണ്ട് ആമേൻ ഭൂമിയിൽ സ്വർഗത്തിന്റെ സ്പർശനം അനുഭവപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകത്തിന്റെ രഹസ്യം വചനം പറയുന്നു, ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ആമേൻ അഭിഷേകം ചെയ്തു. ആമേൻ. അഭിഷേകം പദവിയല്ല കേട്ടോ, അത്
ദൗത്യമാണ്. അവൻ ജീവിതം മുഴുവൻ നന്മ ചെയ്തു. ഹല്ലേലൂയ. പ്രിയരെ, ജീവിതം തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. അഭിഷേകമുള്ളവര് നന്മ ചെയ്യുന്നു, അത് വിടുതൽ നൽകുന്നു, അത് പ്രത്യാശ വിതറുന്നു. ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതം മാറ്റത്തിന്റെ ഉപകരണമാകും. നീ പോകുന്നിടത്ത് നന്മ നടക്കട്ടെ, നീ സംസാരിക്കുന്നിടത്ത് പ്രത്യാശ ഉയരട്ടെ, നീ പ്രാർത്ഥിക്കുന്നിടത്ത് വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ ജീവിതം ലോകം മാറ്റിയെങ്കിൽ ഹല്ലേലൂയ, അവൻ നിനക്കുള്ളതിൽ ജീവിക്കുമ്പോൾ നിന്റെ ലോകവും മാറും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പ്രഖ്യാപിക്കാം, ഹല്ലേലൂയ, ഞാൻ നന്മ ചെയ്യുന്ന ജീവിതം ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിടുതൽ കൊണ്ടുവരുന്ന ശബ്ദമാകും. എന്റെ ജീവിതം ദൈവ രാജ്യത്തിന്റെ സാക്ഷിയാകും. കാരണം അവൻ നന്മ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അവന്റെ ആത്മാവ്, ആമേൻ, എന്റെയും നിന്റെയും ഉള്ളിൽ അതേ നന്മ തുടരുവാൻ ആമേൻ ഇടയാകും. ആമേൻ. എത്ര പേർ അതിന് തയ്യാറാണ്? ഹല്ലേലൂയ. ഒരാമേൻ പറയാമോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ കൂടെ പറപ്പേ, യേശുവിന്റെ ജീവിതം ചരിത്രമല്ല. യേശുവിന്റെ ജീവിതം അതൊരു മാതൃകയാണ്, അതൊരു വഴിയാണ്, അതൊരു വിളിയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ചോദിക്കുന്നു. ഒരു വിശ്വാസിയായി എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഒരു ശുശ്രൂഷകനായി എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? നാം രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, നാം പ്രതിഫലിപ്പിക്കുന്നവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് അനേകം യേശുവിനെ ദർശിക്കും. ഞാൻ ജനിച്ചത് ജീവിക്കാൻ മാത്രമല്ല, ദൈവരാജ്യം പ്രതിഫലിപ്പിക്കാൻ. എങ്ങനെ? പിതാവിനോടുള്ള ഐക്യത്തിൽ. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. യേശുവിന്റെ ശക്തി അത്ഭുതങ്ങളിൽ നിന്നല്ല ആരംഭിച്ചത്, ഐക്യത്തിൽ നിന്നാണ്. അവൻ പിതാവിൽ നിന്ന് വേർപെട്ട് ഒന്നും ചെയ്തില്ല. അവൻ കേട്ടു, അവൻ അനുസരിച്ചു, അവൻ ജീവിച്ചു, അവൻ നടന്നു. ദൈവരാജ്യം പ്രതിഫലിപ്പിക്കണമെങ്കിൽ തന്റെ ഹൃദയം പിതാവിനോട് ചേർന്നിരിക്കണം. ബന്ധമില്ലാതെ പ്രതിഫലമില്ല, ഐക്യമില്ലാതെ അധികാരമില്ല. പ്രാർത്ഥനയിൽ ഈ ഐക്യതയുണ്ടാകും. പ്രാർത്ഥന ഒരു ചട്ടമല്ല കേട്ടോ, ജീവിതശാസ്ത്രമാണ്. പ്രാർത്ഥനയിൽ നാം വഴി തേടുന്നു, പ്രാർത്ഥനയിൽ നാം ശക്തി നേടുന്നു, പ്രാർത്ഥനയിൽ നാം ദൈവ ഹൃദയം അറിയുന്നു. ഇന്നത്തെ വിശ്വാസികോളം ആമേൻ തിരക്കിൽ ഏർപ്പെട്ട് ഹല്ലേലൂയ ആമേൻ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ രഹസ്യമുറി നിന്റെ ആത്മീയ യുദ്ധഭൂമിയാണ്. ഹല്ലേലൂയ. അതേ, മറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന പ്രസിദ്ധമായ ഫലങ്ങൾ നൽകുന്നതാകയാൽ ആമേൻ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, രഹസ്യ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുവാൻ, ആമേൻ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ പ്രസിദ്ധമായ ഫലങ്ങൾ വെളിപ്പെടുന്നു. കരുണയിൽ വിശ്വാസം കഠിനമാക്കരുത്. സത്യം പറയുമ്പോഴും ഹൃദയം സ്നേഹമുള്ളതാകണം. ഒന്നുകൂടെ പറയാം, നീ സുവിശേഷം പറയുമ്പോഴും, നീ പ്രസംഗിക്കുമ്പോഴും, നീ പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയം സ്നേഹമുള്ളതാകണം. യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചത് ആമേൻ സത്യം പ്ലസ് കരുണ സമം ദൈവരാജ്യം. ഹല്ലേലൂയ. നീ ആരെങ്കിലും കാണുമ്പോൾ കുറ്റം മാത്രം കാണരുത്. ആമേൻ. ദൈവം കാണുന്ന സാധ്യത കാണുക. ഹല്ലേലൂയ. ആമേൻ. ഈ തലമുറയ്ക്ക് ആമേൻ ഉള്ള കുഴപ്പം എന്താണെന്നറിയാമോ? എന്ത് കണ്ടാലും കുറ്റമാണ്,
എന്ത് കണ്ടാലും വാദിക്കലാണ്. ആമേൻ. ഈ തലമുറയ്ക്ക് വാദങ്ങൾ മതിയാകുന്നു. ആമേൻ. അവർക്ക് എന്താ വേണ്ടത്? കരുണയാണ്, കരുണ. അനുസരണത്തിൽ ആമേൻ ദൈവപുത്രന്റെ സംസ്കാരം പറയുന്നു, നിന്റെ ഇഷ്ടം. അനുസരണത്തിൽ ലോകം പറയുന്നു, നീ നിന്റെ ഇഷ്ടം ചെയ്താൽ മതി. എന്നാൽ സ്വർഗം പറയുന്നു, ആമേൻ, ആ ദൈവരാജ്യത്തിനകത്തായിരിക്കുമ്പോൾ പുത്രൻ പറയാണ്, പിതാവിന്റെ ഇഷ്ടം. ചിലപ്പോൾ നിന്റെ അഭിമാനം തകർക്കും, പക്ഷെ അത് നിന്റെ ഭാവി പണിയും കേട്ടോ. ദൈവരാജ്യം ആമേൻ പ്രതിഫലിപ്പിക്കുന്നവർ സ്വയം ഉയർത്തുന്നവരല്ല. ആമേൻ. അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ പ്രസംഗങ്ങൾ കൊണ്ട്, അവരുടെ ശുശ്രൂഷകൾ കൊണ്ട്, അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് ആമേൻ ദൈവത്തെ ഉയർത്തുന്നവർ. ആമേൻ. അനുസരിക്കുന്ന ജീവിതം അഭിഷേകമുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. ആമേൻ. നന്മ ചെയ്യുന്നതിൽ ഹല്ലേലൂയ, അവൻ നന്മ ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകമുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കഴിയും. ആമേൻ. ദൈവരാജ്യം പ്രസംഗത്തിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിൽ വെളിപ്പെടുകയാണ്. ആമേൻ. നിന്റെ വാക്കുകളിൽ നന്മയുണ്ടാകട്ടെ, നിന്റെ കൈകളിൽ സഹായമുണ്ടാകട്ടെ. ആമേൻ. നിന്റെ സാന്നിധ്യത്തിൽ സമാധാനമുണ്ടാകട്ടെ. നീ പോകുന്നിടത്ത് അന്തരീക്ഷം മാറുന്നുവെങ്കിൽ നീ രാജ്യം പ്രതിഫലിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയിൽ അത് വെളിപ്പെടുന്നുവെങ്കിൽ ആമേൻ സ്വർഗ്ഗം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് ചിലരോട് പറയുവാൻ പറയുന്നു, ഒരു സാധാരണ വിശ്വാസിയായ രാജ്യം വഹിക്കുന്നവനായി ജീവിക്കൂ. ഇരുട്ടിൽ വെളിച്ചമായി നിൽക്കൂ, വിഭജനത്തിൽ ഐക്യമായി നിൽക്കൂ, നിരാശയിൽ പ്രത്യാശയായി നിൽക്കൂ. ആമേൻ. നിന്റെ ഓഫീസ്, നിന്റെ വീട്, നിന്റെ സമൂഹം, അവിടെ ദൈവരാജ്യം കാണപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? ആമേൻ. എത്ര പേർ തീരുമാനിക്കും, ഞാൻ പിതാവിനോടുള്ള ഐക്യത്തിൽ ജീവിക്കും, ഞാൻ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കും, ഞാൻ കരുണയിൽ നടക്കും, ഞാൻ അനുസരണത്തിൽ നിൽക്കും. ഹല്ലേലൂയ. ഞാൻ നന്മ ചെയ്യുന്ന ജീവിതം നയിക്കും. കാരണം ഞാൻ ജീവിക്കുവാൻ മാത്രം ജനിച്ചിട്ടില്ല, ദൈവരാജ്യം പ്രതിഫലിപ്പിക്കുവാൻ ജനിച്ചവരാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ രാത്രി യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് നാം കേട്ടു. ഇന്ന് രാത്രി യേശുവിന്റെ ജീവിതത്തെ കുറിച്ച്, ദൈവം അനുവദിച്ചാൽ നാളെ യേശുവിന്റെ ആമേൻ മരണത്തെ കുറിച്ച് ആമേൻ കേൾക്കുവാൻ ദൈവം അവസരമൊരുക്കും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട ഒരു നിമിഷം കേട്ട വചനം കേൾക്കാൻ മാത്രമല്ല, പ്രഖ്യാപിക്കുവാനാണ്, ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനാണ്. ഇന്ന് രാത്രി നിങ്ങളെ നോക്കി സ്വർഗം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങളിൽ ഉണ്ടാകട്ടെ. നന്മ ചെയ്യുന്നതിൽ ക്ഷീണിക്കരുത്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് എഴുന്നേൽക്കുവാൻ പറ്റുന്നവർ എഴുന്നേറ്റ്, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ആ മാർബോട് ചേർത്ത് കരം പിടിച്ച് പറഞ്ഞാൽ, എന്റെ ജീവിതം യേശുവിന്റെ മാതൃകയിൽ, ക്രിസ്തുവിന്റെ മനസ്സ് എന്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ലോകത്തെ അനുകരിക്കില്ല. പിതാവേ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കും. ആ പ്രാർത്ഥനയുടെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ. പിതാവേ, ഞാൻ പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറാകട്ടെ. എന്റെ ശക്തി ജനക്കൂട്ടത്തിലല്ല,
ആ രഹസ്യ മുറിയിൽ, ആ പ്രാർത്ഥനാ റൂമിൽ ദൈവ സാന്നിധ്യം എന്റെ ദിവസങ്ങളുടെ ഉറവയാകട്ടെ. മറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് തുറന്ന അനുഗ്രഹം പിറക്കട്ടെ. ഞാൻ കരുണയുടെ പാത്രമാകട്ടെ. എന്റെ കണ്ണുകൾ കുറ്റം കാണുന്നില്ല, എന്റെ കണ്ണുകൾ കുറ്റം കണ്ട് വിമർശിക്കത്തില്ല. എന്റെ കണ്ണ് വേദനിക്കുന്നവരെ കാണും. എന്റെ വാക്കുകൾ ഇനി ആരെയും തകർക്കില്ല. ആമേൻ. വേദനിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമായി അവരെ ഉയർത്തുന്ന വാക്കുകളാണ്. ദൈവത്തിന്റെ സ്നേഹം എന്റെ ജീവിതത്തിൽ, എന്റെ ശുശ്രൂഷയിലൂടെ, എന്റെ വാക്കുകളിലൂടെ ഒഴുകട്ടെ. ഞാൻ അനുസരണത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാനാകട്ടെ. എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ. അനുസരണം എന്റെ ഉയർച്ചയുടെ വഴിയാകട്ടെ. ആ ക്രൂശിൽ സ്വീകരിക്കുന്ന മനസ്സ് എന്നിലുണ്ടാകട്ടെ. എന്റെ ജീവിതം നന്മ ചെയ്യുവാൻ ഉപയോഗിക്കപ്പെടും. ഞാൻ പോകുന്നിടത്ത് സമാധാനം വരട്ടെ. ഞാൻ സംസാരിക്കുന്നിടത്ത് പ്രത്യാശ ഉയരട്ടെ. എന്റെ കൈകൾ സഹായത്തിനായി നീളട്ടെ. ഇന്നു മുതൽ എന്റെ ജീവിതം ആമേൻ വെറും ജീവിക്കലല്ല, ദൈവരാജ്യത്തിന്റെ പ്രകടനമായി മാറും. ആമേൻ. സ്നേഹവാൻ പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. കർത്താവേ, ഈ വിശുദ്ധ നിമിഷത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇടപെട്ടതിനായി നന്ദി പറയുന്നു. അവിടുന്ന് ഇന്ന് വചനം വിതച്ചതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ ജീവിതം വെറും ഒരു കഥയായി അല്ല, എന്റെ ജീവിതത്തിന്റെ മാതൃകയായി മാറട്ടെ. കർത്താവേ, യേശു പിതാവിനോട് ഐക്യത്തിൽ നടന്നതുപോലെ എന്റെ ദിവസങ്ങൾ, എന്റെ മാസങ്ങൾ, എന്റെ വർഷങ്ങൾ പിതാവിനോടുള്ള അടുപ്പത്തിനായിരിക്കട്ടെ. പിതാവിനോടൊത്ത് നടക്കുവാനിടയാകട്ടെ. പിതാവേ, അങ്ങിൽ നിന്ന് വേർപെട്ട് ഒന്നും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ ഹൃദയം എനിക്ക് തരണമേ. എന്റെ തീരുമാനങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ വാക്കുകൾ എല്ലാം അവിടുത്തെ ഇഷ്ടത്തിനൊത്തതാകട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനെ ഉണർത്തണമേ. തിരക്കുകൾക്കിടയിലും അവിടുത്തെ സാന്നിധ്യം വഹിക്കുന്ന ജീവിതത്തിനുടമയാകുക ഒരു ദാഹം എനിക്ക് തരണമേ. എന്റെ പ്രാർത്ഥനയുടെ രഹസ്യമുറി ശക്തിയുടെ ഉറവാകട്ടെ. മറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് തുറന്ന അനുഗ്രഹം പിറക്കട്ടെ. കർത്താവേ, എന്റെ ഹൃദയം കരുണയാൽ നിറയ്ക്കണമേ. കുറ്റം കാണുന്ന കണ്ണുകളല്ല, വേദന കാണുന്ന കണ്ണുകൾ എനിക്ക് തരണമേ. തള്ളപ്പെട്ടവരെ സ്വീകരിക്കുന്ന മനസ്സ്, ക്ഷമിക്കുന്ന ആത്മാവ്, സ്നേഹത്തോടെ സംസാരിക്കുന്ന അതരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുസരണത്തിന്റെ ആത്മാവിനെ നീ സ്ഥാപിക്കണമേ. എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. അവിടുത്തെ ദൗത്യം നിറവേറ്റുന്ന മനസ്സെനിക്ക് തരണമേ. എന്റെ അഭിമാനം തകർന്നാലും അവിടുത്തെ മഹത്വം ഉയരട്ടെ. കർത്താവേ, എന്റെ ജീവിതം നന്മ ചെയ്യുവാൻ ഉപയോഗിക്കണമേ. ഞാൻ പോകുന്നിടത്ത് സമാധാനം വരട്ടെ. ഞാൻ സ്പർശിക്കുന്നിടത്ത് ആശ്വാസം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ അവിടുത്തെ രാജ്യം പ്രതിഫലിപ്പിക്കട്ടെ. എന്റെ വീട് അവിടുത്തെ രാജ്യം കാണട്ടെ. എന്റെ ജോലി സ്ഥലം ആമേൻ അവിടുത്തെ രാജ്യം അനുഭവിക്കട്ടെ.
എന്റെ ജീവിതം അവിടുത്തെ സാന്നിധ്യത്തിന്റെ തെളിവാകട്ടെ. ഇന്നു മുതൽ ഞാൻ വെറും ഒരു ജീവിതം നയിക്കുന്നവനല്ല, അവിടുത്തെ രാജ്യം വഹിക്കുന്നവനാ മാറ്റട്ടെ. പിതാവേ, ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ആ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമേ എന്ന് അവിടുത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ജനത്തെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിച്ച് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ യേശുവിന്റെ ജീവിതം എന്തിനെന്ന് ചോദിച്ച് എന്തിനെന്ന് മനസ്സിലാക്കാതെ ആയിരിക്കുന്ന ആമേൻ ആയിരക്കണക്കിന് നൂറുകണക്കിന് ജനങ്ങൾ നിത്യനാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം ആമേൻ അതേ ജീവിതത്തിന് അർത്ഥം നൽകുവാനാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ സ്വർഗമിടയാക്കണമേ. പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ, രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്നവൻ, മനസ്സലിയുന്നവൻ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകണം. എല്ലാ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ച പുണ്യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്വാഗതം. പിതാവിനോട് ചേർന്നു നന്നു നീ, സ്വയമൊന്നും ചെയ്തില്ല നീ. സ്വർഗം കണ്ടത് ഭൂമിയിൽ ചെയ്തു, എന്റെ വഴിയും അങ്ങനെയാകട്ടെ. മരുഭൂമിയിൽ മുട്ടുകുത്തി നിശബ്ദത്തിൽ ശക്തി കണ്ടെത്തി, ജനക്കൂട്ടത്തിൻ മുമ്പിൽ നിൽക്കാൻ രഹസ്യത്തിൽ നീ തീ പിടിച്ചു. കരുണയാൽ നീ കണ്ട ജനത്തെ കുറ്റം കാണാതെ ഹൃദയം തുറന്നു, തള്ളപ്പെട്ടവരെ ചേർത്തിടാൻ നിന്റെ സ്നേഹം പാലമായി. ക്രൂശിന്റെ വഴിയിൽ വിറച്ചാലും എന്റെ ഇഷ്ടം അല്ല നീ പറഞ്ഞു. അനുസരണത്തിന്റെ രക്തസാക്ഷിയൻ മോചനത്തിന്റെ ഉറവായി. ഇന്നു എൻ ജീവിതം നിന്റെ പോലെ രാജ്യം വഹിക്കുന്ന പാത്രമാകട്ടെ. ഞാൻ പോകുന്നിടം മാറട്ടെ, നിന്റെ സാന്നിധ്യം കൊണ്ട്, നിന്റെ സാന്നിധ്യം കൊണ്ട്, നിന്റെ സാന്നിധ്യം കൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് അപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകാം? അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയാകാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലി ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും ഈ കൂട്ടായ്മയുമായി നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.